ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ സ്നാക്കായ നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്നാക്ക് നമുക്ക് വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും പറ്റും, എന്നാൽ പോലും നോൺ വെജ് കറിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. ഞാനൊരു 2 കപ്പ് അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ പാക്കറ്റ് പൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 കപ്പ് പത്തിരിപ്പൊടിക്ക് 2.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ചൂടുവെള്ളം അരിപ്പൊടിയിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഞാനിവിടെ ഒന്ന് അരിപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇടിയപ്പം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനി ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ 6 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ പത്തിരി. അപ്പോൾ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നന്നായി നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പം നമ്മളെ മാവ് നന്നായിട്ടൊന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൂട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മളിപ്പം തേങ്ങയും ചെറിയുള്ളിയും പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു മാവിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷമാണ് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ നമ്മൾ ഇത് പറ്റിപ്പിടിക്കും. അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഒന്ന് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തി പലയിൽ വെച്ചിട്ട് പരത്തിയാലും നല്ല ഷേപ്പിൽ വരും. അപ്പോൾ ഞാനിപ്പം കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പത്തിരി ഒരുപാട് തിന്നായിട്ട് ഒരുപാട് തിക്കായിട്ടും പരത്തിയെടുത്താൽ പെർഫെക്റ്റായിട്ട് പൊങ്ങി വരില്ല. ഇനി ഒരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് പത്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ പത്തിരി ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഗോൾഡൻ കളറാകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പത്തിരി പെർഫെക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തന്നെ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് നൈസായിട്ടുള്ള പൊടി എടുക്കാൻ പ്രത്യേകം നോക്കണേ. പിന്നെ വേണ്ടത് നമ്മൾ കുഴക്കുന്ന സമയത്ത് അരിപ്പൊടിൻ്റെയും തേങ്ങാക്കൂട്ടിൻ്റെയും ആ ഒരു പ്രൊപ്പോർഷൻ കറക്റ്റായിട്ട് എടുക്കാൻ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പത്തിരി ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല പത്തിരീൻ്റെ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല, ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.